ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബീഫ് വരട്ടിയത് ഉണ്ടാക്കണ ഒരു വെറൈറ്റി മോഡലാണ് കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അതിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് ഞാൻ പറയാം കേട്ടോ. അതും ഞാൻ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്, മൺചട്ടിയിൽ വെച്ചിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ഒരിക്കലെങ്കിലും ഒരിട്ട് ഉണ്ടാക്കി വെക്കണേ. എന്നിട്ട് ഞാൻ 2 ടീസ്പൂൺ, ചട്ടി ചൂടായി വന്നപ്പോൾ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഒന്നുകൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ള ഓയിൽ ഒഴിക്കുമ്പോഴാണ്. എന്നിട്ട് ഞാൻ 2 ഏലക്ക, 3 കറാമ്പൂവ്, ഒരു കഷ്ണം പട്ട, അതാണ് ഞാൻ ആ എണ്ണയ്ക്ക് ആദ്യം ഇട്ടത്. അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി നല്ലോണം വരുമ്പോൾ 2 വലിയുള്ളി മീഡിയം അതുള്ളത്, 2 വലിയ ചെറുതാക്കി അരിഞ്ഞതാണ് ഞാൻ അതിലേക്ക് ഇട്ടത്. വലിയുള്ളി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് കത്തിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളെന്ത് ചെയ്യുക, കുറച്ച് ഉപ്പ് ഇടുക. ഉപ്പ് ഇടണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയല്ലോ, ഉള്ളി ഒന്ന് ജസ്റ്റ് നല്ലോണം വാടാനൊക്കെ പിന്നെ ഉപ്പിട്ടാൽ എളുപ്പമാണെന്ന് പറയണേക്കാം. അങ്ങനെ നമ്മളത് നല്ലോണം ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയിട്ട് വന്നിട്ട് അപ്പോൾ നമ്മൾ തീയൊക്കെ ഒരു പാകത്തിനാക്കി റെഡിയാക്കി വെക്കാം കേട്ടോ. കത്താതെ നിൽക്കരുത്. ഇനി നമുക്കൊരു 15 ചെറിയ ഉള്ളി എത്ര ഇടണതോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ ഇതേപോലെ ചോപ്പറിലിട്ട് വലിച്ചതാണ്, നമുക്ക് പേസ്റ്റ് ആക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക, പേസ്റ്റ് ആക്കരുത്. പേസ്റ്റ് ആക്കിയാലൊക്കെ നമ്മൾ വേവുള്ള സാധനത്തിനൊന്നും അധികം പേസ്റ്റ് ആക്കാതെ ഇടുന്നതാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് വരിക. അത്രയും നേരം അതിങ്ങനെ വെന്ത് വരുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. ഇത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒരു പാകത്തിന് ഏകദേശം ഒരു 15 വെളുത്തുള്ളി, ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചിയും, അത് രണ്ടും ഇതേപോലെ ചോപ്പറിലിട്ടിട്ട് ഞാൻ വലിച്ചതാണ്. കാരണം അതും ഞാൻ ചതച്ചിട്ടില്ല കേട്ടോ. നല്ലോണം പേസ്റ്റ് ആക്കരുത് അതൊന്നും. അങ്ങനെ നമ്മൾ മൺചട്ടിയിലും കൂടി ആകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചൂട് വരുമ്പോഴൊക്കെ വേഗം. പിന്നെ 2 ഇല്ലി കരിവേപ്പില, അത് നമ്മളെ വീട്ടിലുണ്ടായതാണ്. പുറത്തുനിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ മഞ്ഞളൊക്കെ ഇട്ടൊന്ന് കഴുകണം എന്നൊക്കെ പറയും, കാരണം വിഷാംശം ഉള്ളതൊക്കെ. അതൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാവരും ശ്രദ്ധിക്കണേ. പിന്നെ ഇതാണ് മസാലപ്പൊടികളാണ് കേട്ടോ. ഞാൻ ഇട്ടത് കണ്ടില്ല നിങ്ങൾ ഇപ്പോഴാണ്. അതായത് 4 ടേബിൾ സ്പൂണ് എന്ത് ചെയ്യാം, മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് മുളകും പൊടി, പിന്നെ 2 ടീസ്പൂണ് മീറ്റ് മസാല, 2 ടീസ്പൂണ് ചിക്കൻ മസാല, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകും പൊടി. ശ്രദ്ധിച്ചല്ലോ, ഇത്രയാണ് ഇടേണ്ടത്. അന്നേരം തീ നമുക്ക് വലിയ ഓവറായൊന്നും കത്തിക്കാതെ നമ്മൾ നിൽക്കുമ്പോൾ ആ മസാല ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂണും കൂടി വേണ്ട, 1 ടീസ്പൂണൊക്കെ മതിയിട്ടുണ്ടാവും. അതെന്താ, ആ മസാലയ്ക്കായ എണ്ണയും കൂടിയും ചെല്ലുമ്പോൾ അത് വേറൊരു സ്മെല്ലാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് പറയണ്ടു കേട്ടോ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യണേ. പിന്നെ നമ്മളെന്ത് ചെയ്യുക, വലിയ ജീരകം കണ്ടോ, വലിയ ജീരകം അത്ര മതി, 1 ടീസ്പൂണൊന്നും ഇല്ല, ഒരു 1/2 ടീസ്പൂണൊക്കെ ഉള്ളൂ. ആ വലിയ ജീരകവും അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നല്ലോണം നല്ലോണമൊക്കെ ഇപ്പോൾ ഈ മസാല ഇട്ട് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടി പിടിക്കാതെ നോക്കണം കേട്ടോ, കരിയാൻ പാടില്ല. അത് നല്ലോണം നോക്കണം. മൺചട്ടി ആകുമ്പോൾ നല്ല ചൂടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തക്കാളി ഇടുന്നത്. കണ്ടോ, ലാസ്റ്റാണ് നമ്മൾ തക്കാളി. കാരണം ആ മസാല നല്ല ആ വെളിച്ചെണ്ണയിലൊക്കെ റെഡിയായി, എണ്ണയിലൊക്കെ റെഡി ആയതിന് ശേഷം, വെളിച്ചെണ്ണ അല്ല കേട്ടോ, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് നമ്മൾ കുറച്ച് ഒഴിച്ചത് വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണയിലിട്ടിട്ടാണ് നമ്മൾ ജസ്റ്റ് ആ മസാല ഇളക്കിയത്. എന്നിട്ടാണ് നമ്മൾ തക്കാളി ഇട്ടത്. തക്കാളി കുറച്ചായാലും കുഴപ്പമില്ല, ഞാൻ 2 ഇട്ടിട്ടുള്ളത്. അത് 1 കുഴപ്പമില്ല. ബീഫിലൊന്നും ചില നാട്ടിൽ തക്കാളി ഇടൂല എന്ന് പറയണേക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക, കാരണം അതൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്, ആ മസാല ആ തക്കാളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ വെച്ചാൽ 1/2 ടീസ്പൂണും ഉലുവ, ബീഫിക്ക് ഉലുവ ഇടുന്നത് ഭയങ്കര ടേസ്റ്റാണ്, ശ്രദ്ധിച്ച് നോക്കൊണ്ടു. അത് ഇടുമ്പോൾ പിന്നെ നല്ലതാണ്, നിങ്ങൾ ചെയ്ത് നോക്കൊണ്ടു കേട്ടോ. ഇനി അങ്ങനെ ഇടാതെയാണ് ചെയ്യണമെങ്കിൽ ഒന്ന് ഇട്ട് വെച്ച് നോക്കുക, അതിൻ്റെ ടേസ്റ്റ് വേറെ അറിയും. അങ്ങനെ ഉലുവയൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ 1 കിലോ ബീഫും അതിലേക്ക് ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മളൊന്നാക്കിയിട്ട് ലാസ്റ്റ് പിന്നെ എന്ത് ചെയ്യുക, മല്ലിച്ചെപ്പും, ആ ലാസ്റ്റ് മല്ലിച്ചെപ്പ് ഇട്ടിട്ട് കണ്ടില്ല നിങ്ങൾ. അതാ മൊത്തം നമ്മളൊന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, നല്ലോണം കത്തിച്ചിട്ട് അതിൻ്റെ ഒപ്പം വെള്ളം ഒഴിക്കുക കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നല്ല ചൂട് വെള്ളം ഒഴിക്കുക. അത് ഒഴിച്ചിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കിയ ശേഷം കണ്ടോ, കാണില്ല നിങ്ങൾ, നല്ലോണം ഇളക്കിയിട്ട് നല്ല അടി പിടിക്കരുത്. വെള്ളം അധികം ഇല്ല അതിന്, കാരണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒക്കെ നല്ലോണം ഒന്ന് ഇളക്കി റെഡിയാക്കിയതിന് ശേഷം ജസ്റ്റ് നല്ലോണം ഒന്ന് ഇളക്കുക കേട്ടോ. നല്ലോണം ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട്, പിന്നെ നമുക്ക് ഉപ്പ് അപ്പോഴാണ് നമ്മളൊന്നും കൂടി ബീഫിക്ക് ആദ്യം നമ്മൾ കുറച്ച് ഉപ്പാണല്ലോ ഇട്ടത്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ കുറച്ചും കൂടി നമ്മൾ ബീഫിന് ആവശ്യമായ, ആദ്യം നമ്മൾ ഉള്ളിക്ക് മാത്രമുള്ള ഉപ്പാട്ടത്,
ബീഫുക്കും കൂടിയുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നല്ല ചൂട് വെള്ളം ഉണ്ടാവും. നല്ല ചൂട് വെള്ളം നമ്മൾ ജസ്റ്റ് ആദ്യം തന്നെ റെഡി ആക്കണം. കണ്ടോ, അത് ഫ്ലാസ്കിൽ നിന്ന് ഞാൻ എടുത്തിട്ട് അതിൻ്റെ ഒപ്പം വെള്ളം വെക്കുക. അതിൻ്റെ ഒപ്പം വെള്ളം വെച്ചിട്ട് നല്ലോണം ഒന്ന് ഞാൻ അതിന് മുന്നൊന്ന് കാണിച്ചു തന്നില്ലേ, അതുപോലെ വെള്ളം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ സെറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്കതൊന്ന് കണ്ടില്ലേ, ഇതുപോലെ ഈ കാലാവസ്ഥ നല്ല റെഡിയായി. ആ വെള്ളത്തിൻ്റെ അളവൊക്കെ നോക്കിയില്ല, അത്ര മതി. അതിന് ബീഫിൽ നിന്ന് പിന്നെ വെള്ളം ഇറങ്ങിക്കും. അങ്ങനെ നമ്മൾ നല്ലോണം കത്തിച്ചത് ഉണ്ടാവും. ഫൈനൽ ലുക്ക് അടിപൊളി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു.